ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഡിന്നറിന് ഉണ്ടാക്കാനൊരു സ്നാക്സ് ഉണ്ടാക്കുന്ന കേട്ടോ, ലളിതമായ ഒരു ഫുഡ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നതിൻ്റെ പേരെന്താണ്, പാസ്തയാണ്. പാസ്ത ഒന്ന് ഉണ്ടാക്കുന്ന സിമ്പിളായിട്ട് കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചുരുക്കിയെടുക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ഇത് ഉണ്ടോ, അതിൻ്റെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മൈദയും കോൺഫ്ലവർ പൗഡറും കൂടി ഇട്ടിട്ട് കുറച്ച് ചെറിയ ചൂട് പാല് കലക്കണം കേട്ടോ. നേരെ ഉപ്പ് ഇട്ടാൽ മതി. എന്നിട്ട് ഒരു പിഞ്ച് ഈസ്റ്റ് ഇട്ട് ഇങ്ങനെ കലക്കി വെക്കണം. അതൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ട സാധനങ്ങൾ, അതിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി വേണം, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ചെറുതായിട്ട് അരിയണം. പിന്നെ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത്ര ഐറ്റംസാണ് ഉള്ളത്. പിന്നെ അതിനകത്തേക്ക് ഇടുന്ന പൗഡറുകൾ കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ മിക്സ് ചെയ്തിടണം കേട്ടോ. ആദ്യമേ ക്യാരറ്റ് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. ആദ്യമേ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ, സവാള ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട്, നമുക്ക് എരിവ് അധികം വേണ്ടല്ലോ, എരിവ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ചില്ലി പൗഡർ, ഒരു പിഞ്ച് ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെപ്പർ നമ്മൾ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടി നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ഇടും കേട്ടോ. കുറച്ച് പെപ്പർ ഇടണം. ഓക്കെ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. ഉപ്പ് അധികം ഇടരുത്, കുറച്ച് മാത്രം ഉപ്പ്. ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ വെക്കണം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ വെച്ച് ചൂടാക്കിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് പാൻ ചൂടാവട്ടെ കേട്ടോ. ചൂടാകുമ്പോൾ നമ്മൾ ബാറ്ററി ആദ്യമേ ഒഴിക്കണം. പാൻ നല്ലോണം ചൂടാക്കി കഴിയുമ്പോൾ ബാറ്ററി ഒഴിച്ച് കൊടുക്കണം. മാവ് കറക്റ്റായിട്ട് ഒഴിക്കണം കേട്ടോ. ഇത് അവിടെ എവിടെയൊക്കെ ആവും. കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫില്ല് ചെയ്യുന്നതിന് ഒരു ബലം കിട്ടണമെങ്കിൽ കുറച്ച് ടൈറ്റായിട്ട്. പാസ്തക്കല്ലെങ്കിൽ സ്വല്പം കട്ടി വേണം. ഓക്കെ, ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ച
ഫില്ലിങ് ഇതിലിട്ട് കൊടുക്കണം. നമ്മൾ ഹാൻഡ് വെച്ചിരുന്ന നല്ലതാണ്, കറക്റ്റിനായിട്ട് കിട്ടും. അതും കൂടി അതിനകത്ത് കിടന്ന് വെന്തോട്ടെ കേട്ടോ. ഒന്ന് വേവാൻ സമയം കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് അരിഞ്ഞെടുക്കുന്ന സമയമുള്ളൂ കേട്ടോ. നമ്മൾ വൈകിട്ട് കഴിക്കാമെന്നല്ല, നമ്മൾ ചപ്പാത്തിക്ക് വരെ കഴിക്കാനായിട്ട് നല്ലൊരു ഈവനിങ് ഫുഡാണ്. നല്ല ഹെൽത്തിയാണ്, കാരണം എല്ലാ വെജിറ്റബിളും ഇതിനകത്തുള്ളതുകൊണ്ടേ നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നോമ്പ് സമയത്തായതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ എടുക്കണേ കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് മുട്ടയിലൊക്കെ ശരിയാക്കാം. മുട്ട കൊണ്ട് ആ ബാറ്ററി നമുക്ക് മുട്ടയിൽ കലക്കിയെടുക്കാം. ഇപ്പോഴും മാവ് മുട്ടയിൽ കുഴയ്ക്കുമ്പോഴാണ് അതിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ മുട്ട ഇട്ടിട്ടില്ല. പിന്നെ ഫില്ലിങ്ങിൽ നമുക്ക് ഇപ്പോൾ നോമ്പില്ലെങ്കിൽ മറ്റേ നോണിൻ്റെ ഇടാം കേട്ടോ. ചിക്കൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ വേറൊരു ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ പുറത്ത് മാവ് ഫില്ല് ചെയ്യണം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. അത് കവർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. മല്ലിയില അല്ലെങ്കിൽ പുതിനയിലൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇത് പുതിന ഉണ്ടായിരുന്നു, വാടിപ്പോയി, അതാണ് ഞാൻ ഇടാൻ കേട്ടോ. അതും കൂടി ഇതിനകത്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പുതിനയോ അല്ലെങ്കിൽ മല്ലിയില ആയാലും മതി. മല്ലിയില ഇട്ടാലും നല്ലതായിരിക്കും. ചെറിയ നമുക്കിതൊന്ന് മൂടി വെക്കാവേ. മൂടി വെക്കാം. മൂടി 5 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. പതിയെ മറച്ചിടണം കേട്ടോ. പതിയെ മറക്കണേ, അല്ലെങ്കിൽ ഇതായി പോകും കേട്ടോ. ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഓക്കെ.
ഓക്കെ, റെഡി ആയിട്ടോ, പാസ്ത റെഡി. നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇത്രേ ഉള്ളൂ പണി കേട്ടോ, പെട്ടെന്ന് കഴിയേ. എന്താ അടിപൊളി പാസ്തയാണ് ഇത്. നമുക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. ഏറ്റവും നല്ല വൈറ്റമിൻസ് എല്ലാം ചേർന്ന ഒരു ഫുഡാണ്. എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഈസിയാണ്, നമുക്ക് നല്ല ഫുഡാണ്. ഓക്കെ, ബായ്. വീണ്ടും കാണാം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.